ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ജയനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ആ തോക്ക് അംബിക മാഡം എൻ്റെ കയ്യിൽ തന്നതാണെന്നും അത് ഋതുമോൾ വാങ്ങിച്ച് വെച്ചതാണെന്നൊക്കെ ഇവരോട് ഞാനിപ്പോൾ പറയണോ? ഒന്നും മിണ്ടാതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ജയനെ നോക്കി പ്രിയ ചോദിക്കുക, അല്ല ജയേട്ടാ, ജയേട്ടനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന? അയ്യോ, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പ്രിയ. എങ്ങനെയെങ്കിലും ഋതുമോളെ ജയിലിൽ നിന്ന് ഇറക്കണം. എൻ്റെ അളിയൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല. അപ്പോൾ വേണുവട്ടൻ രാധമ്മയോട് പറയുന്നു, എടി നീ രാജുമോനെ വിളിച്ചുകൊണ്ട് പോയി വെള്ളമോ ചായയോ എന്തെങ്കിലും കൊടുക്ക്, മോൻ വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് രാധമ്മ രാജുവിനെ വിളിച്ച് അകത്തോട്ട് പോവുകയാണ്. എങ്കിലും ജയേട്ട, ആരായിരിക്കും ഈ കൊലപാതകം ചെയ്തത്? ജയേട്ടന് ആരെങ്കിലും സംശയമുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ സംശയം ഇവരോടെങ്ങാനും തുറന്നു പറയാൻ പറ്റുമോ? ജയനിങ്ങനെ അങ്കലാപ്പോടെ നോക്കി നിൽക്കുക. ഈ സമയത്ത് പ്രിയയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. ഇതാരാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? അല്ല ജയേട്ടാ, ഇത് നിങ്ങളുടെ ദിവ്യമാതാവാണല്ലോ. ഇവരെന്തിനാ എന്നെ ഈ സമയത്ത് വിളിക്കുന്നത്? ഇവരിവിടെ ഇല്ലായിരുന്നോ? പ്രിയ അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ കൊച്ചമ്മണിയാണ് ഫോൺ. എന്താടി, നിനക്കെന്നെ മനസ്സിലായില്ലയോടി? നിന്റെ പ്രധാന ശത്രുവായ നിന്റെ അമ്മായിയമ്മ. അയ്യോ, എനിക്ക് മനസ്സിലായേ, എൻ്റെ അമ്മായിയമ്മ നയൻതാരയല്ലയോ? നിങ്ങളിപ്പോൾ ഇതെവിടെയാ? നിങ്ങളിപ്പോൾ എന്നെ എന്തിനാ വിളിച്ചെന്നുള്ള കാര്യം പറ. അതെ, എൻ്റെ ഒരു വെടക്ക് മോനവിടെ ഉണ്ടല്ലോ, അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അയ്യോ, എന്നാലേ നിങ്ങൾ പറഞ്ഞ വെടക്ക് മോനുണ്ടല്ലോ, അതെൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്താ, ഞാൻ ഫോൺ കൊടുക്കണോ? അയ്യോയ്യോ, വേണ്ട വേണ്ട, ഞാൻ പറയുന്ന കാര്യം നീ അവനോടങ്ങ് പറഞ്ഞാൽ മതി. കൊച്ചമ്മണി അങ്ങനെ വലിയ ഗമയിൽ ആ പാസ്പോർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് പറയാ, ഞാനൊന്ന് അത്യാവശ്യമായിട്ട് ദുബായിലോട്ട് പോവാ. എന്ത്, ദുബായിലോട്ടോ? എന്തിനാ? ഈന്തപ്പഴം ചെത്താൻ വേണ്ടി അറബി നിങ്ങളെ വിളിച്ചായിരുന്നോ? നീ കളിയാക്കുമൊന്നും വേണ്ടാടി. എൻ്റെ പഴയ മുതലാളി സൽഗുണം നമ്പ്യാര് ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയേ എന്നെ ദുബായിലോട്ട് വിളിച്ചു. എനിക്ക് വിസയും ടിക്കറ്റും ഒക്കെ അയച്ചു തന്നു. ഞാൻ നെക്സ്റ്റ് ഫ്ലൈറ്റിന് തന്നെ ദുബായിലോട്ട് പോവുക. നീ അവനോടൊന്ന് പറഞ്ഞേരെ, എന്നാലേ എൻ്റെ തള്ളേ നിങ്ങൾ എവിടെങ്കിലും പോയെന്ന് തൊലഞ്ഞേരെ. എൻ്റെ ദൈവമേ, എന്തായാലും എല്ലാവരുടെയും കൂട്ടപ്രാർത്ഥന ദൈവം കേട്ടല്ലോ. അങ്ങനെയെങ്കിലും ഒരു ബാധ ഇവിടുന്ന് ഒഴിഞ്ഞല്ലോ. ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കുന്ന ജയനോട് പ്രിയ പറയാ, ദേണ്ടേ നിങ്ങളുടെ തള്ളയെ ദുബായിക്ക് പോയെന്ന്. ദുബായിക്ക് പോയെന്നോ? ആ തള്ളയ്ക്ക് പ്രാന്താന്നാ തോന്നുന്നു. എന്തോ ഒരു ഉടായിപ്പുണ്ട്. എന്തായാലും എവിടെങ്കിലും പോയി ഒന്ന് ഒടുങ്ങട്ടെ എന്നും പറഞ്ഞ് പ്രിയ അവിടെ നിന്ന് പോവുക. ജയനോട് ഒന്നുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ പറയുക, ആ തള്ളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ വലിയ കള്ളത്തരം അവരിങ്ങനെ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കിളവി തന്ത്രപൂർവ്വം ഇവിടുന്ന് മുങ്ങിയതാ. ആ തോക്ക് ഇവിടുന്ന് കട്ടെടുത്ത് അംബികയ്ക്ക് കൊടുത്തത് ഇവർ തന്നെയാ. എൻ്റെ ദൈവമേ, ഞാനിതിവിടെ ആരോടെങ്കിലും പറഞ്ഞാൽ ആ അംബികയുടെ കൈകൊണ്ടായിരിക്കുമല്ലോ എൻ്റെ അന്ത്യം. ജയിലറയ്ക്കുള്ളിരുന്ന ആ രണ്ട് സ്ത്രീകളും ഋതിക ആരാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത പശ്ചാത്താപം. അവർ പറയുക, മോള് വിഷമിക്കേണ്ട, ഞങ്ങൾ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ഇത് ജയിലല്ലേ മോളെ, എന്തെങ്കിലും ഒരു വിനോദം വേണ്ടേ? പിന്നല്ലാതെ ഇവിടെ വരുന്നവരാരും നല്ല പുള്ളികളല്ലല്ലോ. അതുകൊണ്ട് മോളും അത്തരക്കാരിയാണെന്ന് ഞങ്ങൾ അങ്ങ് കരുതിപ്പോയതാ. അതൊക്കെ അങ്ങ് പോട്ടെ മോളെ. ഇനി നമ്മൾ പിരിയും വരെ നമ്മൾ ചക്കരയും തേങ്ങാപ്പീരയും പോലെ ആയിരിക്കും. മോള് തെറ്റൊന്നും ചെയ്യാതെ ചതിക്കപ്പെട്ട് ഇതിനകത്ത് വന്നതാ. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയല്ല മോളെ, തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നത്. ദേണ്ട മോളെ, കീരിക്കാട് രാധ എന്താ ചെയ്തതെന്നറിയാവോ? അമ്മായിയമ്മ തട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അയ്യോ, അതെൻ്റെ മോളെ, എൻ്റെ അമ്മായിയമ്മ എനിക്ക് ഒരു സ്വസ്ഥതയും തന്നിട്ടില്ല. എൻ്റെ കെട്ടിയോനാണെങ്കിൽ വൈകിട്ട് പണിയും കഴിഞ്ഞ് എന്തെങ്കിലും വെട്ടിക്കൊമ്പും വലിച്ചു കയറ്റിക്കൊണ്ടിങ്ങ് വരും. അപ്പോഴാ തള്ളയുണ്ടല്ലോ, എന്നെക്കുറിച്ചുള്ള സകല കൊള്ളരുതായ്മകളും ആ മകനോടങ്ങ് പറഞ്ഞു കൊടുക്കും. അതാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ എന്നെ വെളുക്കുന്നിടം വരെ എടുത്തിട്ട് ഇടിയായിരിക്കും. സഹിക്കാൻ വയ്യാതെ ഞാനങ്ങനെ ഒരു അവസരം കാത്തിരുന്നു. ഒരു ദിവസം ബക്കറ്റ് കിണറ്റിൽ പോയി. വലിയ ആഴമുള്ള കിണറായിരുന്നു അത്. അവരിങ്ങനെ ബക്കറ്റ് കിണറ്റിൽ പോയത് നോക്കി നിൽക്കുമായിരുന്നു. ഞാനാണെങ്കിൽ പുറകിൽ കൂടെ പമ്മി പമ്മി ചെന്നൊരൊറ്റ തള്ളു വെച്ച് കൊടുത്ത്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ ഞാൻ എൻ്റെ പാട്ടിനും പോയി. അയ്യോ, പിന്നെ എന്തായി? ഋതിക ചോദിക്കുക. അപ്പോഴേ അമ്മയെ കാണാനില്ലെന്നും പറഞ്ഞ് ഞാനും എൻ്റെ ഭർത്താവും കൂടെ എല്ലായിടും അങ്ങോട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ പോലീസ് വന്ന്. അതിനു മുമ്പ് തന്നെ തള്ള കിണറ്റിൽ വടിയായിട്ട് കിടക്കുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, വനിതാ പോലീസുകാരും എത്തി. അവരുടെ ഒരൊറ്റ നോട്ടത്തിൽ ഞാൻ സത്യം മുഴുവനും അങ്ങ് പറഞ്ഞു പോയി. എന്നാൽ അതുപോലെയൊന്നും അല്ലല്ലോ, മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും കൊന്നിട്ടുമില്ല. പിന്നെ എന്തിനാ മോള് കുറ്റക്കാരിയായി ഈ ജയിലിൽ വന്നതെന്നേ നമ്മളൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് നമ്മുടെ 3 പേരുടെയും തലയിൽ എഴുതിയിട്ടുണ്ട്. മോള് ധൈര്യമായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല. മേരി പറയുക, ഞങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടില്ലല്ലോ. ധൈര്യവും ബലവും ഉള്ളവനായിട്ടിരിക്കാം. പേടിക്കരുത്, ഭ്രമിക്കരുത്. നീ പോകുന്ന എല്ലായിടത്തും നിന്റെ ദൈവമായ യഹോവ നിന്നോടൊപ്പം ഉണ്ട്.
അതുകൊണ്ട് മോള് പേടിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ അവർ രണ്ടുപേരും കിടക്കുവാണ്. ഋതിക കിടക്കാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക. ഈ അർദ്ധരാത്രിക്ക് അംബികയും മകനും അനന്തംപിള്ളയുടെ വീട്ടിലിങ്ങനെ ഡിസ്കഷൻ നടത്തുവാണ്. അനന്തംപിള്ള അംബികയോട് പറയുക, അതെന്തുവായാലും അംബിക പറഞ്ഞ് ശരി തന്നെയാ. ഇവിടം വരെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലം തന്നെ ആയിരുന്നു. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കേട്ടിട്ട് അംബിക പറയുക, അങ്ങനെ അങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അനന്തംപിള്ളേ. കാരണം അവളെ രക്ഷിക്കാൻ പ്രതാപനും രാജുവും പുറത്തുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അധികാര കസേരയിലിരിക്കുന്ന ഒരു മന്ത്രിയാണ് പ്രതാപൻ. അവനെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം സ്വാധീനമുണ്ട്. ഏത് വിധേനയും മകളെ പുറത്തു കൊണ്ടുവരാൻ പ്രതാപൻ ശ്രമിക്കും. അവൾ ഈ കേസിൽ നിന്നെങ്ങാനും ഊരിപ്പോന്നാലേ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അവൾക്ക് കുറഞ്ഞതൊരു ജീവപര്യന്ത ശിക്ഷയെങ്കിലും കിട്ടണം. അംബിക എന്തായി പറയുന്നത്? എവിഡൻസ് മുഴുവൻ അവക്കെതിരല്ലേ അംബികയെ? ഒരു ജീവപര്യന്തമെങ്കിലും കുറഞ്ഞത് കിട്ടുമെന്ന എൻ്റെ ഒരു പ്രതീക്ഷ. അത്രയും നേരം മിണ്ടാതിരുന്ന അംബികയുടെ മോന വേതാളം ദീപക്ക് പറയുക, അങ്കിളെ അവിടെ വക്കീൽ സ്ട്രോങ്ങാ. സുപ്രീം കോർട്ടിൽ വരെ വാദിച്ച് ജയിച്ച വക്കീലാ അത്. അതാ അങ്കിളെ എൻ്റെ പേടി. അതെ, കോടികൾ എറിയേണ്ടി വരും പ്രതാപന്. അനന്തംപിള്ള അങ്ങനെ പറഞ്ഞപ്പോൾ അംബിക പറയുക, അവളെ നശിപ്പിക്കാൻ വേണ്ടി എത്ര കോടി രൂപ വേണമെങ്കിലും ഞാനെറിയാം. അത് ശരിയാ അംബികെ, പ്രതാപവർമ്മയുടെ കാശൊക്കെ എറിഞ്ഞിട്ടാണല്ലോ അംബിക ഈ വിലസൊക്കെ വിലസുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അനന്തംപിള്ള ഐഡിയ എന്താന്ന് വെച്ചാൽ പറയും. അല്പം റിസ്ക് ആണ് അംബികെ, എന്നാലും നമുക്കത് നടപ്പിലാക്കി എടുക്കാം. അങ്ങനെ അനന്തംപിള്ള എന്തൊക്കെയോ പദ്ധതികൾ അംബികയ്ക്കും മോനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ അനന്തംപിള്ളയുടെ വക്രബുദ്ധി കേട്ടിട്ട് അമ്മയും മകനും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചു നിൽക്കുവാണ്. ഈ സമയം പ്രതാപൻ ആകെ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുവാണ്. അടുത്ത് ശേഖരനുമുണ്ട്. ശേഖരൻ ചോദിക്കുക, ചേട്ടാ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയാലോ ചേട്ടാ? അവിടെയൊക്കെ ആവുമ്പോൾ ഇതിന് ഫലപ്രദമായ ചികിത്സ കിട്ടും. ഏട്ടൻ മിനിസ്റ്റർ ആയതുകൊണ്ട് എളുപ്പത്തിൽ പോകാനും പറ്റുമല്ലോ. പ്രതാപൻ ഉടനെ പറയുക, ശേഖര, പദവികളൊന്നും ദുരുപയോഗം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ചേട്ടാ, അതിന് ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ടൊന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത്. ഈ ലോകത്ത് എവിടെ പോയി ചികിത്സിക്കാനും നമുക്ക് കഴിവുണ്ടല്ലോ ചേട്ടാ. എടാ ശേഖര, നിന്റെ സ്നേഹവും ഇതിലുള്ള ഉത്കണ്ഠയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടുത്തെ ചികിത്സയ്ക്ക് എന്താ കുഴപ്പം? അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാ. അതുമാത്രവുമല്ല, എന്നോട് വളരെ സ്നേഹവും റെസ്പെക്റ്റുവാ. ഒരു വെൽവിഷർ കൂടിയാ. അദ്ദേഹം ആത്മാർത്ഥയുള്ള ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. ഞാൻ മറ്റെവിടെയെങ്കിലും പോയി ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അത് അദ്ദേഹം തന്നെ പറയും. നീ വിഷമിക്കാതെ ശേഖര, എല്ലാവർക്കും ഓരോ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് ദൈവം. അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ചേട്ടാ, അതും മാത്രമല്ല ശേഖര, എന്നെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം എൻ്റെ രോഗമൊന്നുമല്ല. ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞ സമയമായത്. വളരെ മോശമായ ഒരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കെതിരെയുള്ള ശത്രുക്കളുടെ എണ്ണം പെരുകിയിരിക്കുക. അത് കേട്ടിട്ട് ശേഖരൻ മനസ്സിൽ പറയുക, കൂടെപ്പിറപ്പായ ചേച്ചി പോലും ഈ ചേട്ടൻ്റെ ശത്രുവാ. അക്കാര്യം തുറന്നു പറഞ്ഞാൽ ചേട്ടൻ വിശ്വസിക്കുമോ? എന്താ ശേഖര, നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല ചേട്ടാ. എന്നാൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഒരു തെറ്റും ചെയ്യാതെ നമ്മുടെ ഋതുമോൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രതാപൻ ശേഖരനോട് പറയുക, എൻ്റെ കുഞ്ഞ് എന്ത് മഹാപാപം ചെയ്തിട്ടാ? ഇതൊക്കെ വലിയ ചതികളാ ചേട്ടാ. എത്രയും പെട്ടെന്ന് മോളെ ജാമ്യത്തിൽ ഇറക്കുന്നതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ എന്താ നടന്നതെന്നൊക്കെ നമ്മൾ കണ്ടെത്തുകയും വേണം. ഒരു പൂമ്പാറ്റയെ പോലും കൊല്ലാൻ മനസ്സ് വരാത്ത എൻ്റെ പാവം മോള് ഒരാളെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ അവൻ തന്നെ ആയിരിക്കും ഇതിൻ്റെയും പിന്നിൽ. ആ അനന്തൻ. ചേട്ടാ, നമ്മുടെ ധാരണകളും വിശ്വാസങ്ങളും ഒക്കെ തകരുന്ന ഒരു ദിവസം വരും. യഥാർത്ഥ ശത്രു ആരാണെന്ന് അപ്പോഴേ നമ്മൾ തിരിച്ചറിയും. ഒരു കാലത്ത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ജഗന്നാഥൻ. സഹോദരനെ പോലെ കൂടെ നടന്നിട്ട് ഒടുവിൽ അവൻ എൻ്റെ ജീവിതം തകർത്തു. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ചിലതൊക്കെ അവൻ എന്നോട് പറയാൻ ശ്രമിച്ചു. ഒരു കുമ്പസാരമായിട്ടായിരുന്നോ അതോ എൻ്റെ ധാരണകൾ തെറ്റായിരുന്നു എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചിലതൊക്കെ അവൻ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്തായിരിക്കും ശേഖര അത്? അപ്പോൾ പ്രതാപൻ്റെ ഫോണിലോട്ട് ആരോ വിളിക്കുന്നുണ്ട്. വേണുവേട്ടനാണല്ലോ വിളിക്കുന്നത്. എന്താ വേണുവേട്ട? അത് സാറേ, അസുഖം ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മോളുടെ പ്രശ്നം കേട്ടപ്പോൾ ഓവർ ടെൻഷൻ കൊണ്ടുണ്ടായതാ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേണുവേട്ടൻ പറയുക, മോളുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുക. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം പറയാൻ കൂടിയാണ് ഞാൻ സാറിനെ വിളിച്ചത്. എന്താ വേണുവേട്ട? വേണുവേട്ടൻ കാര്യം പറയും. അത് ഞാൻ പറയുമ്പോൾ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. എന്താ വേണുവേട്ട ഇത്? എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വേണുവേട്ടൻ ധൈര്യത്തെ പറഞ്ഞു. ജഗൻ്റെ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. അവൻ്റെ ശവശരീരം മോർച്ചറിയിൽ കിടക്കുക. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ വേണുവേട്ടൻ ഇങ്ങനെ പ്രതാപനോട് പറയുവാണ്. പ്രതാപൻ അതെല്ലാം ഇങ്ങനെ ഫോണിൽ കൂടെ കേൾക്കുവാണ്.
പ്രതാപൻ അങ്ങനെ വേണുവേട്ടൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ശരി വേണുവേട്ട, അതുപോലെ ചെയ്യാം എന്ന് പറയുവാണ്. അങ്ങനെ പറഞ്ഞവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുക. പ്രതാപൻ ഇങ്ങനെ ജഗന്നാഥനെ കുറിച്ചാണെന്ന് തോന്നുന്നു ഓർത്ത് വിഷമിക്കുന്നുണ്ട്. വേണുവേട്ടനോട് ഹോസ്പിറ്റലിലെ മോർച്ചറി വാച്ച്മാനാണെന്ന് തോന്നുന്നു പറയുന്നു, നിങ്ങളുടെ ആരാത്? അത് എൻ്റെ ആത്മസുഹൃത്താണ് എന്നിങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ അയാൾ പറയുക, എന്നാലേ ആത്മസുഹൃത്തിനെ 2-3 ദിവസം കൊണ്ട് ഇവിടെ സൂക്ഷിക്കും, അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻകാർ വന്ന് കൊണ്ടുപോകും. അയ്യോ, അങ്ങനെ ഒന്നും വേണ്ടി വരില്ല, ഞങ്ങൾ നാളെ തന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം. വേണുവേട്ടൻ എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് ആ മോർച്ചറി വാച്ച്മാന് കൊടുക്കുക. ഒന്ന് അടിച്ചിട്ടൊക്കെ നിൽക്ക്. ഓ, അടിച്ചിട്ടൊക്കെ നിൽക്കാൻ എനിക്ക് പേടിയാ. ഒരൊന്നാന്തര സാധനമുണ്ട്, തലപെരുക്കും, പടയപ്പാന്നാ പേര്, അതാ ഞാൻ അടിക്കുന്നത്. അപ്പോൾ വേണുവേട്ടൻ പറയാം, മിനിസ്റ്റർ പ്രതാപവർമ്മ സാർ ഇപ്പോൾ വരും, അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്താണ് ഈ മരിച്ച ജഗന്നാഥൻ. അയ്യോ, മിനിസ്റ്റർ ഇങ്ങോട്ട് വരുമോ? എന്നാലും എനിക്ക് കാശൊന്നും വേണ്ട, എന്നാ പിടിച്ചോ. അയ്യോ, അതിന് താൻ പേടിക്കുമൊന്നും വേണ്ടടോ, ഞാനിച്ചിരി ചില്ലറ തന്നെന്നും പറഞ്ഞേ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അപ്പോഴങ്ങോട്ട് പ്രതാപവർമ്മയും കുറച്ച് പോലീസുകാരും വരുന്നുണ്ട്. പ്രതാപവർമ്മ വന്നിട്ട് വേണുവേട്ടന് ചോദിക്കുന്നു, എന്താ വേണുവേട്ടാ വേണ്ടത്? അതെ, അവൻ്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ ആരുമില്ല സാർ, നമ്മളല്ലാതെ മറ്റാരാ അവനുള്ളത്? വേണുവേട്ടൻ വിഷമിക്കണ്ട, അതിന് വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ സുഹൃത്തുക്കളല്ലായിരുന്നോ സാറേ? ആരുമില്ലാതെ ഒരു അനാഥ പ്രേതമായിട്ട് അവൻ ഇതിനകത്ത് കിടക്കുക. അവനൊരു ബലിയാട, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലി കൊടുത്തതാ അവൻ്റെ ജീവൻ. വേണുവേട്ടൻ വിഷമിക്കണ്ട, അവസാനമായി അവൻ എന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറയാൻ അവന് കഴിഞ്ഞില്ല. അവൻ്റെ ബോഡി നമുക്ക് നാളെ തന്നെ സംസ്കരിക്കാം. നാളെ തന്നെ ഞാൻ വന്ന് ബോഡി സൈൻ ചെയ്ത് വാങ്ങിച്ചോളാം. എന്താ, അത് പോരെ? അത് മതി സാർ, എന്നാൽ വേണുവേട്ടൻ വാ എന്നും പറഞ്ഞ് വേണുവേട്ടനെയും കൂട്ടിയിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം ജയിലറയ്ക്കുള്ളിൽ ഋതികയ്ക്ക് ഉറങ്ങാനും കഴിയുന്നില്ല. അതുപോലെ തന്നെ രാജുവിന് റൂമിൽ കിടന്നിട്ട് അവനും ഉറക്കം വരുന്നില്ല. രണ്ടുപേരും ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. രണ്ടുപേരും അങ്ങനെ അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ വിഷമിക്കുക. ഋതിക പറഞ്ഞ ഓരോ വാക്കുകളും രാജു ഇങ്ങനെ ഓർക്കുക. എൻ്റെ രാജു, എൻ്റെ സ്വന്തം, എൻ്റെ മാത്രം സ്വന്തമായ രാജു എന്നും പറഞ്ഞ് രാജുവിനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തതും എല്ലാം ഓർത്ത് രാജു ഇങ്ങനെ സങ്കടപ്പെടുക. അംബികയ്ക്ക് ഭ്രാന്ത് പിടിച്ചവൾ അവൾ എന്തോ അലറുവാണ്. അവൻ്റെ നാശം പിടിക്കാനായിട്ട് അവൻ്റെ ഒരു തോന്നിയവാസം അവിടെ ഇരുന്ന ബോട്ടിലുകളും ഗ്ലാസുകളും എല്ലാം തല്ലി പൊട്ടിക്കുവാണ്. എന്താണെന്ന് മനസ്സിലാകാതെ ദീപക് അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, എന്താ ഇത്, എന്തു പറ്റി? ദാരികൻ്റെ ശിരസ് കൊയ്തൊരു കോര രൂപിണി അംബികയെ എന്ന് വിളിച്ചിങ്ങനെ താടിക്ക് പിടിക്കുവാണ്. അംബിക ദേഷ്യത്തോടെ വിറച്ചോണ്ട് ചോദിക്കുന്നു, എടാ ഞാനിവിടെ കലിതുള്ളി നിൽക്കുമ്പോൾ നിനക്ക് തമാശയാണോടാ? അയ്യോ എൻ്റെ അമ്മേ, ഞാനൊരു ഭജനപ്പാട്ടിലെ വരികളൊന്നും മൂളിയതല്ലയോ. ശേഖരനും യാമിനിയും അങ്ങോട്ട് വരുന്നുണ്ട്. ശേഖരനാണെങ്കിൽ ആ പൊട്ടിക്കിടക്കുന്ന ഗ്ലാസും പാത്രമൊക്കെ നോക്കിയിട്ട് ചേച്ചിക്ക് കോപം വന്നതിന് പാവം ഈ പാത്രമൊക്കെ എന്ത് പഴിച്ചു? ഇതൊക്കെ എന്തിനാ നിങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് സൗകര്യമുള്ളതൊക്കെ എറിഞ്ഞു പൊട്ടിക്കും, നീ ആരാടാ അത് ചോദിക്കാൻ? അത് കണ്ടിട്ട് യാമിനി പറയാ, എൻ്റെ ശേഖരേട്ട അവർ തീയാട്ടോ കഥകളിയോ എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. ശേഖരേട്ടൻ എന്താ ഛേദം? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എങ്ങനെ ചോദിക്കാതിരിക്കാൻ തോന്നും, അതുകൊണ്ട് ചോദിച്ചു പോയതാ യാമിനി. ആ പ്രതാപനുണ്ടല്ലോ, അവൻ ആ ജഗന്നാഥൻ്റെ ശവം ദഹിപ്പിക്കാൻ പോയിരിക്കുന്നു. അംബിക കോപത്തോടെ പറയുക, അവൻ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? കാര്യമുള്ള കാര്യമാണോ അവൻ ഈ ചെയ്യുന്നതൊക്കെ? ശേഖരനൊരു കളിയാക്കലോടെ, ആഹാ അത് അറിഞ്ഞിട്ടായിരുന്നോ ഈ മുടിയാട്ടമൊക്കെ? ഇപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. എൻ്റെ ചേച്ചി, അവരൊരു കാലത്തെ കൂടപ്പിറപ്പുകളെ പോലെ ജീവിച്ചിരുന്നവരാ. ചേട്ടന് പ്രിയപ്പെട്ട ആളായിരുന്നു ജഗന്നാഥേട്ടൻ. ജഗന്നാഥേട്ടൻ്റെ ശവസംസ്കാരത്തിനെങ്കിലും പ്രതാപേട്ടൻ പൊയ്ക്കോട്ടെ ചേച്ചി. ഉടനെ അംബികയുടെ വേതാളം മോൻ പറയും, അതേമ്മേ, വല്യമ്മാവൻ ഇഷ്ടമുള്ളൊക്കെ വല്യമ്മാവൻ ചെയ്യട്ടെ, അതിന് അമ്മയ്ക്കെന്താ? അംബികയ്ക്കാണെങ്കിൽ ഇതൊന്നും കേൾക്കണ്ട, അവക്കിങ്ങനെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുക. ആ ചത്ത് കിടക്കുന്ന ജഗന്നാഥൻ്റെ ശവസംസ്കാരത്തിന് ഇവൻ പോയാലേ ആളുകൾ എന്തൊക്കെയാണ് ഇവനെക്കുറിച്ച് പറയുന്നതെന്നറിയാവോ? അതിനെ ആളുകൾ നല്ലത് മാത്രമേ പറയൂ ചേച്ചി, അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ അവരെ തമ്മിൽ തെറ്റിച്ചത് ചേച്ചി ഒറ്റ ഒരുത്തിയാ. പിന്നെ എന്താടാ ഞാൻ വേണ്ടത്? ഞാൻ എൻ്റെ ആങ്ങളയുടെ ഭാര്യയുടെ ജാരനെ പൂവിട്ട് പൂജിക്കണോ? അത് കേട്ടിട്ട് യാമിനി ചോദിക്കുക, ഇത്തരം അപവാദങ്ങളൊക്കെ ചേച്ചി പടച്ചുണ്ടാക്കിയതല്ലയോ? ചത്തുപോയില്ലേ ചേച്ചി ആ മനുഷ്യൻ, ഇനിയെങ്കിലും അങ്ങേരെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? ശേഖരൻ സങ്കടത്തോടെ പറയുക, ആ പാപം ജഗന്നാഥൻ ചേട്ടൻ്റെ ചിതയ്ക്കെങ്കിലും എൻ്റെ ചേട്ടനൊന്ന് തീ കൊളുത്തിക്കോട്ടെ, അങ്ങനെ ചെയ്ത പാപം കുറച്ചെങ്കിലും തീരട്ടെ. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. നിനക്കറിയാവോടാ, അത് പ്രതാപനാകെ നാണക്കേടാ. അതവൻ അറിയില്ല. സ്വന്തം ഭാര്യയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുകയും പിന്നീട് ആ കുഞ്ഞിനെ പ്രതാപന് ദാനം ചെയ്തിട്ട് അവളെയും കൊണ്ട് നാട് വിട്ടവനായി ജഗന്നാഥൻ. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ശേഖരൻ, ചേച്ചി പത്മേടത്തിയെക്കുറിച്ചുള്ള അപവാദം ഉണ്ടല്ലോ, ചേച്ചി ഇവിടെ കൊണ്ട് നിർത്തിക്കോണം. ഇത് ഞാനിനി കേട്ടു നിൽക്കില്ല. നിനക്ക് കേട്ടു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങി പോടാ ഇവിടുന്ന്.
അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ലെങ്കിലോ ചേച്ചി, ഞങ്ങളോട് ഇറങ്ങിപ്പോകാനേ എൻ്റെ ചേട്ടനോ ഋതുമോളോ പറയട്ടെ. അവരുടേതായി ഈ വീട്. എനിക്കുള്ള അധികാരം പോലും ചേച്ചിക്ക് ഈ വീട്ടിലില്ല. അത് ചേച്ചി തിരിച്ചറിയുന്നത് നല്ലതാ. അംബിക അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. എടാ, നീ എന്നെ ധിക്കരിക്കാനും ചോദ്യം ചെയ്യാനും ആയോടാ? ആദരിക്കാനും അനാദരിക്കാനുമേ ഒരു രക്തബന്ധമല്ലാതെ നമ്മൾ തമ്മിൽ എന്താ ഉള്ളത്? നിങ്ങളെ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മകൾക്കോ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? ചേച്ചിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനും ചേച്ചി പറയുന്നതുമൊക്കെ കേട്ടങ്ങ് അനങ്ങാതെ വിഴുങ്ങാനും എൻ്റെ നട്ടല്ലേ, വാഴവള്ളിയല്ല. പറഞ്ഞേക്കാം നിങ്ങളോട്. നീ വാ യാമിനി, ഇവരുടെ അടുത്ത് വർത്തമാനം പറയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ശേഖരൻ യാമിനിയെ വിളിച്ചോണ്ട് പോവുക. ശേഖരനെ അടിച്ചമർത്താനും യാമിനിയെ കുറ്റപ്പെടുത്താനും ഒന്നും അംബികയ്ക്ക് കഴിഞ്ഞില്ല. ആ ദേഷ്യത്തോടെ അംബിക ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ ജഗന്നാഥവർമ്മയുടെ ചിത കൊളുത്തുമ്പോൾ ആ സമയത്തെങ്കിലും വേണുവേട്ടൻ ഉണ്ടായ സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ? ഒരു പക്ഷേ പറഞ്ഞാൽ പ്രതാപൻ എന്തായിരിക്കും അംബികയോട് കാണിക്കുന്ന റിയാക്ഷൻ എന്നുള്ളതൊക്കെ അറിയാനായി നമുക്ക് അടുത്ത റിവ്യൂവുമായി കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.